എല്ലാവർക്കും നമസ്കാരം. PSC ഓൺലൈൻ പരിശീലനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് ഭിന്നസംഖ്യകൾ എന്നുള്ള ടോപ്പിക്കാണ്. ഭിന്നസംഖ്യകൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഏറെക്കുറെ വളരെ സ്ഥിരമായി ഒരുപാട് തവണ PSC പരീക്ഷകളിൽ ചോദിച്ച് കാണാറുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്. എല്ലാം പൊതുവായിട്ടങ്ങ് പറഞ്ഞാൽ ഭിന്നസംഖ്യകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. ഭിന്നസംഖ്യകൾ, ഒന്നിലധികം ഭിന്നസംഖ്യകൾ തന്നിട്ട് അവയുടെ വിലകൾ തമ്മിൽ കമ്പയർ ചെയ്ത് താരതമ്യം ചെയ്ത് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തേണ്ട രീതിയിലുള്ള കുറച്ച് ചോദ്യങ്ങൾ. അപ്പോൾ പറയുമ്പോൾ ഒറ്റ വാക്കിൽ അതങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞാലും അതിനകത്ത് തന്നെ പല ടൈപ്പ് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ പല രീതിയിൽ നമുക്കത് ചോദിക്കാം. അതായത് ഇപ്പോൾ 1/2 കൂടുതലുള്ള ഭിന്നസംഖ്യ ഏത്, അല്ലെങ്കിൽ കുറവുള്ള ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ രണ്ട് ഭിന്നസംഖ്യകൾ അതല്ലെങ്കിൽ രണ്ട് സംഖ്യകൾ നമുക്ക് തന്നിട്ട് ഇത് രണ്ടിനും ഇടയിൽ വരുന്ന ഭിന്നസംഖ്യ ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫ്രാക്ഷൻസ്, ഒരു 4-5 ഫ്രാക്ഷൻസ് നമുക്ക് തന്നിട്ട് അതിനെ നമുക്ക് ആരോഹണ ക്രമത്തിലോ, അതായത് അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിലോ ഡിസെൻഡിങ് ഓർഡറിലോ അറേഞ്ച് ചെയ്യാൻ ഉള്ള രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരാം. അപ്പോൾ ഇതെല്ലാം മത്സര പരീക്ഷകളിൽ സ്ഥിരമായി ചോദിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ തിയററ്റിക്കലായിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സാമ്പിൾ വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന കുറച്ച് എളുപ്പ വഴികൾ അല്ലെങ്കിൽ ഒരു ടൂൾസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ചില അറിവുകൾ. അപ്പോൾ അത് നമുക്കൊന്ന് പറഞ്ഞ ശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. അതിൽ ആദ്യത്തെ പോയിൻ്റാണ്, അംശങ്ങൾ തുല്യമാണെങ്കിൽ വലിയ ഛേദമുള്ളതാണ് വലിയ ഭിന്നസംഖ്യ. അംശങ്ങൾ തുല്യമാണെങ്കിൽ, ഓക്കെ. അപ്പോൾ അംശങ്ങൾ തുല്യമാണെങ്കിൽ എന്ന് പറയുന്നത് വലിയ ഛേദമുള്ളത് ചെറിയ ഭിന്നസംഖ്യ എന്നുള്ള രീതിയിലാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് അംശങ്ങൾ തുല്യമായ രണ്ട് ഭിന്നസംഖ്യകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഒരു ഭിന്നസംഖ്യ ഞാൻ എടുക്കുന്നത് 3/5, മറ്റൊരു ഭിന്നസംഖ്യ 3/7. ഓക്കെ. അപ്പോൾ ഇത് രണ്ടിലേതാണ് വലുത് എന്ന് നമുക്ക് തീരുമാനിക്കേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് എന്താണ്? വലിയ ഛേദമുള്ളതാണ് ചെറിയ ഭിന്നസംഖ്യ, അല്ലേ? നമുക്ക് എപ്പോഴും മനസ്സിലാക്കാം, ഒരു ഭിന്നസംഖ്യ നമ്മൾ എടുക്കുന്നു, എന്നിട്ട് ആ ഭിന്നസംഖ്യയുടെ അംശത്തിലൊരു വർധനവ് വരുത്തിയാൽ ആ ഭിന്നസംഖ്യയുടെ വില തീർച്ചയായും വർദ്ധിക്കും. അതേസമയം ഛേദത്തിലൊരു വർധനവ് വരുത്തിയാലോ ആ ഭിന്നസംഖ്യയുടെ വില കുറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3/5 എന്ന ഭിന്നസംഖ്യ എടുത്തിട്ട് ആ 3 അതേപടി നിർത്തിക്കൊണ്ട് ഛേദം 5-ൽ നിന്ന് 7-ലേക്ക് വർദ്ധിപ്പിക്കുമ്പോൾ ഈ ഭിന്നസംഖ്യയുടെ വില യഥാർത്ഥത്തിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ളൊരു ആശയമാണ്. ഇപ്പോൾ രണ്ട് ഭിന്നസംഖ്യകൾ എടുത്തിട്ട് അതിൻ്റെ അംശങ്ങൾ രണ്ടും ഈക്വൽ ആണെങ്കിൽ, ന്യൂമറേറ്റേഴ്സ് സെയിം ആണെങ്കിൽ, അതിനർത്ഥം നമ്മൾ ഈ വലിയ ഛേദമുള്ള ഭിന്നസംഖ്യയായിരിക്കും ഇതിലെ ചെറിയ ഭിന്നസംഖ്യ. ഛേദത്തിൻ്റെ വലിപ്പം കൂടുന്തോറും ഒരു ഭിന്നസംഖ്യയുടെ വലിപ്പം കുറയുകയാണ് ചെയ്യുക. ഇതേപോലെ കറസ്പോണ്ടിങ് ആയിട്ട് അംശത്തിൻ്റെ വലിപ്പം കൂടിയാൽ എന്താണ് വ്യത്യാസം? നേരെ തിരിച്ച് അംശത്തിൻ്റെ വലിപ്പം കൂടുന്തോറും ഒരു ഭിന്നസംഖ്യയുടെ വില കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ 3/5, 3/7 എന്നുള്ളൊരു കമ്പാരിസൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി മറ്റൊരു കമ്പാരിസണിലേക്ക് പോകാം. ഇപ്പോൾ 9/11 എന്നൊരു ഭിന്നസംഖ്യ, 9/14 എന്നൊരു ഭിന്നസംഖ്യ. അപ്പോൾ ഇവിടെയും 9 എന്ന ആ ഒരു അംശഭാഗം സെയിമാണ്, അംശത്തിൻ്റെ വില തുല്യമാണ്. ഛേദത്തിൻ്റെ വില കൂടുന്നുണ്ട്. ഛേദത്തിൻ്റെ വില കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്രാക്ഷൻ്റെ ആ ഭിന്നസംഖ്യയുടെ മൊത്തത്തിലുള്ള വില കുറയുകയായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഒരു കമ്പാരിസണാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ തിരിച്ചുള്ള കാര്യം, ഛേദങ്ങൾ തുല്യമാണെങ്കിൽ വലിയ അംശമുള്ളത് വലിയ ഭിന്നസംഖ്യ. എപ്പോഴും ഓർമ്മിക്കുക, ഞാനൊരിക്കലും ഇത് കാണാപ്പാഠം പഠിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിതിൻ്റെ ആശയം മനസ്സിലാക്കുക എന്നത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആ ഒരു ആശയം ഒന്ന് സമർത്ഥിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു സെൻറ്റൻസ് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും ഈ സെൻറ്റൻസ് ഒരു റൂള് പോലെ മനഃപ്പാഠമാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. നമ്മളിതിൻ്റെ ആശയം, ആ ഒരു കണ്ടൻറ്റ് മാത്രം നിങ്ങൾ ഉള്ളിലേക്ക് എടുത്താൽ മതി. നമുക്ക് ആവശ്യമുള്ള ആശയം മാത്രം. ഓക്കെ. ഇത് എഴുതാനായിട്ട് നമ്മളോട് ആരും ഒരു പരീക്ഷയ്ക്ക് ചോദിക്കില്ല. നമുക്ക് ആവശ്യമുള്ളത് PSC പരീക്ഷകളിൽ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത് ആശയങ്ങളാണ്. ഒരിക്കലും നമുക്ക് ഡെഫിനിഷൻ നമുക്ക് ഇവിടെ ആരും ചോദിക്കാൻ പോകുന്നില്ല. ഒരു മാത്സിൻ്റെ ഒരു ചോദ്യത്തിൽ നമുക്ക് വേണ്ടത് ആ ആശയത്തിൻ്റെ ഉപയോഗം മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. ഛേദങ്ങൾ തുല്യമാണെങ്കിൽ, ഛേദങ്ങൾ തുല്യമായ രണ്ട് ഭിന്നസംഖ്യകൾ നമുക്കെടുക്കുക. ഇപ്പോൾ 5 എന്ന ഛേദം വരുന്നു, മുകളിൽ വരുന്നത് 2/5, 3/5. അങ്ങനെയാണെങ്കിൽ ആശയപരമായിട്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു കാര്യമല്ല. വളരെ നേരത്തെ പറഞ്ഞ കാര്യത്തെക്കാളും ഒരുപക്ഷെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഛേദങ്ങൾ തുല്യമാണ്, അംശങ്ങൾ വ്യത്യാസത്തിലാണ്.
വലിയ അംശമുള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ എന്നുള്ളത് ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബുദ്ധിയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം 2 വലുതാണ് 3, അതുകൊണ്ട് തന്നെ 3/5 2/5 കൂടുതലായിരിക്കും. ഇനി അതിനെ ആശയപരമായിട്ട് നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ 2/5 എന്ന് പറഞ്ഞാൽ 5ൽ 2 ഭാഗം, ആകെയുള്ളതിൽ 5ൽ 2 ഭാഗം. ഇനി 3/5 എന്ന് പറഞ്ഞാലോ ആകെയുള്ള 5ൽ 3 ഭാഗം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയമില്ലാത്ത കാര്യമാണ് 3 ഭാഗം എന്ന് പറയുന്നത് 2 ഭാഗത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആശയം നമുക്ക് വലിയ കൺഫ്യൂസിങ് അല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ പറഞ്ഞു പോകാം. ഇനി ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിച്ചിരിക്കണം, അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ വലിയ അംശമുള്ളത് വലിയ ഭിന്നസംഖ്യയായിരിക്കും. നമ്മൾ പറഞ്ഞ സെൻറ്റൻസിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ, അതായത് അംശങ്ങളൊക്കെ വ്യത്യാസമുണ്ട്, ഛേദങ്ങളും വ്യത്യാസമുണ്ട്, പക്ഷേ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം ഒരേപോലെയാണ് നിൽക്കുന്നതെങ്കിൽ. നമുക്ക് അങ്ങനെയുള്ള ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ 4/9 എന്നൊരു ഭിന്നസംഖ്യ, 9ൽ 4. മറ്റൊരു ഭിന്നസംഖ്യ ഞാൻ എടുക്കുന്നു 6/11. ഈ 2 ഭിന്നസംഖ്യകളും നമ്മൾ വെവ്വേറെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ലായിരിക്കാം, അല്ലേ? 4/9 അംശം 4 ഛേദം 9. അടുത്തത് നോക്കിയാൽ 6/11 അംശം 6 ഛേദം 11. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കിയാലൊന്നുമില്ല, പക്ഷേ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു കോമൺ ഫാക്ടർ കിട്ടുന്നുണ്ട്, അല്ലേ? ഈ അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം രണ്ടിടത്തും സെയിമാണ്, 5ആണ്. അപ്പോൾ ഇതിലേതായിരിക്കും വലിയ ഭിന്നസംഖ്യ എന്ന് ചോദിച്ചാൽ നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാനോ വ്യത്യാസം എടുക്കാനോ അങ്ങനെ ഉള്ള ഡിവിഷൻ ചെയ്യാനോ ഇങ്ങനത്തെ തിരിച്ചിട്ട് ഗുണിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. എന്താ? വലിയ അംശമുള്ളതാണ് വലിയ ഭിന്നസംഖ്യ. ഈ കൂട്ടത്തിൽ വലിയ ഭിന്നസംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, 6/11 വലിയ ഭിന്നസംഖ്യ. 1-2 എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ 2/3 എന്നൊരു ഭിന്നസംഖ്യ ഞാൻ എഴുതി, അതേപോലെ 3/4 എന്നൊരു ഭിന്നസംഖ്യ എഴുതി. ഏതാണ് വലിയ ഭിന്നസംഖ്യ? 2/3 ആയാലും 3/4 ആയാലും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1 ആണ്, അല്ലേ? 1 തന്നെയാണ്. അപ്പോൾ അതിൽ വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് സംശയമൊന്നും വേണ്ട 3/4 ആയിരിക്കും വലിയ ഭിന്നസംഖ്യ. അപ്പോൾ ഇങ്ങനെയുള്ള ഡയറക്റ്റ് കമ്പാരിസൺസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആശയം ഉപയോഗിക്കാം. ഇപ്പോൾ 7/9 എന്ന ഒരു ഭിന്നസംഖ്യ എടുക്കുന്നു, അതേപോലെ 9/11 എന്ന മറ്റൊരു ഭിന്നസംഖ്യ എടുക്കുന്നു. ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ രണ്ടിടത്തും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. അതുകൊണ്ട് തന്നെ വലിയ അംശമുള്ള 9/11 ആയിരിക്കും അതിലെ വലിയ സംഖ്യ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ വരുന്ന ചോദ്യങ്ങളാണ് ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓരോ ചോദ്യത്തിലും നമ്മൾ ഓരോ അപ്രോച്ചായിരിക്കും നമ്മൾ എടുക്കേണ്ടി വരിക. അപ്പോൾ ചിലതിൽ നമ്മൾ ഈ പറഞ്ഞ ഒരു 2-3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എല്ലാ കാര്യങ്ങളും ഒരു ചോദ്യത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ലായിരിക്കാം. പക്ഷേ ഒരു ചോദ്യത്തിൽ 1-2 കാര്യങ്ങളായിരിക്കും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമായിരിക്കാം ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ ഏതാണ് നമുക്ക് ഈ ചോദ്യത്തിലേക്ക് ബന്ധിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാം. 3/4 കൂടുതലായ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ 3/4 അതിനേക്കാൾ വില കൂടിയ ഒരു ഭിന്നസംഖ്യ നമ്മുടെ 4 ഓപ്ഷൻസിൽ ഒരെണ്ണം ഉണ്ട്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ നമ്മളെപ്പോഴും കമ്പാരിസൺ രീതിയിലാണ് വരുന്നത്, അല്ലേ? അപ്പോൾ താരതമ്യമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ആ ഓപ്ഷൻസ് എടുത്ത് കമ്പയർ ചെയ്താണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തേണ്ടത്. അല്ലാതെ ഈ ഓപ്ഷൻസ് ഇല്ലാതെ ഒരിക്കലും ഈ ചോദ്യം ചോദിക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് 3/4 കൂടുതലായ ഒരുപാട് ഭിന്നസംഖ്യകളുണ്ട്. അപ്പോൾ അതിലേതാണെന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങളിൽ ഓപ്ഷൻ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പോൾ 3/4 നമുക്ക് 1/1 ചിന്തിക്കാം. 2/3 നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുമോ? 3/4 2/3 എന്നീ 2 ഭിന്നസംഖ്യകൾ നോക്കിയാൽ രണ്ടിടത്തും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം 1 ആണ്, അല്ലേ? രണ്ടിടത്തും സെയിം ആണ്, അതായത് 1 ആണ് വ്യത്യാസം വരിക. അപ്പോൾ തീർച്ചയായും വലിയ അംശമുള്ളതായിരിക്കും വലിയ ഭിന്നസംഖ്യ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2/3 എന്ന് പറയുന്നത് 3/4 ചെറുതാണ് എന്ന് മനസ്സിലാക്കണം. ഇനി അടുത്തത് നോക്കാം. 3/5. അവിടെ നമ്മൾ പഠിച്ച മറ്റൊരാശയം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതായത് 3/4 3/5 രണ്ടിടത്തും അംശത്തിൻ്റെ വില തുല്യമാണ്. അംശത്തിൻ്റെ വില തുല്യമാണെങ്കിൽ ഛേദത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച്
ഭിന്നസംഖ്യയുടെ മൊത്തത്തിലുള്ള വാല്യൂ കുറയുകയായിരിക്കും ചെയ്യുക. അപ്പോൾ 3/4 നമ്മൾ 3 അതേപടി നിർത്തി 4 കൂട്ടി 5 ആക്കിയാൽ ഭിന്നസംഖ്യയ്ക്ക് എന്ത് സംഭവിക്കും? ഭിന്നസംഖ്യയുടെ വില കുറയുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തീർച്ചയായും 3/5 എന്നുള്ളത് 3/4 കുറവായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 5/6. 5/6 നേരത്തെ നമ്മൾ ഓപ്ഷൻ എയിൽ പറഞ്ഞതിൻ്റെ നേരെ റിവേഴ്സ് രീതിയിലാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക. കാരണം 3/4 കൂടുതലായ ഭിന്നസംഖ്യ. 3/4 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1. 5/6 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1. അതേസമയം ഇവിടുത്തെ ആദ്യത്തേതിലെ അംശം 3 രണ്ടാമത്തേതിലെ അംശം 5. അപ്പോൾ തീർച്ചയായും നമുക്ക് അംശത്തിൻ്റെ വില കൂടുന്നതനുസരിച്ച് ഭിന്നസംഖ്യയുടെ വില കൂടുകയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം 5/6 ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? 3/4 വില കൂടുതലായ ഒരു ഭിന്നസംഖ്യയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് ഉത്തരമായി വരുന്നത് 5/6 മനസ്സിലാക്കാം. എങ്കിലും നമുക്ക് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്ത ഓപ്ഷനും കൂടെ ഒന്ന് നോക്കാം. 3/4 കൂടുതലാണോ 5/8? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ കമ്പയർ ചെയ്യാം? അത് വളരെ എളുപ്പമാണ്. കാരണം ഈ 4, 8 എന്നിവ വളരെ എളുപ്പം നമുക്ക് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 3/4 ഒന്ന് മാറ്റി എഴുതുകയാണ്. 6/8. ഒരു വ്യത്യാസവും വരുന്നില്ലല്ലോ. 3/4 നേരെ ഇരട്ടിയാക്കിയാൽ 6/8 എന്ന് നമുക്ക് എഴുതാം. സംഖ്യയുടെ വിലയിൽ മാറ്റമൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കാം 5/8 വലുത് 6/8 വലുത്? തീർച്ചയായിട്ടും 6/8 വലുത്. അപ്പോൾ നമുക്ക് മനസ്സിലായി 5/8 3/4 കുറവാണ്. അപ്പോൾ അതുമല്ല ഉത്തരം. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സിയിലുള്ള 5/6 എന്ന സംഖ്യ. അടുത്ത ചോദ്യം, 5/8 കുറവായ ഭിന്നസംഖ്യ ഏത്? 5/8 കുറവായത്. അപ്പോൾ 5/8 കുറവായിട്ടുള്ള ഭിന്നസംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എന്താണ് നമുക്കൊരു സാധ്യത എന്ന് നമുക്ക് നോക്കാം. 2/3 ഉണ്ട്, 5/6 ഉണ്ട്, 4/5 ഉണ്ട്, 3/5 ഉണ്ട്. അപ്പോൾ അതിലേതാണ് നമ്മുടെ ഉത്തരമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യവും തന്നിരിക്കുന്ന ഓപ്ഷൻ സെറ്റും അനുസരിച്ച് വേണം നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ. നമുക്ക് വേണ്ടത് കുറവായ ഭിന്നസംഖ്യയാണ്. അതായത് ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഒരെണ്ണം മാത്രം ഏറ്റവും കുറവായിരിക്കും. തീർച്ചയായും അതിനേക്കാൾ കുറവായ മറ്റൊരു സംഖ്യ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ 2 ഉത്തരങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിൽ ചെറുത് ഏതാണ് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. 5/8 കുറവായ ഭിന്നസംഖ്യ ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൽ ഏറ്റവും കുറവ് ഏതാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതിയാവും. കാരണം നമ്മളൊരു സംഖ്യ ഉത്തരമായി കണ്ടുപിടിച്ച് അതിനേക്കാൾ കുറവുള്ള മറ്റൊരു സംഖ്യ ഉണ്ടെങ്കിൽ തീർച്ചയായും അതും ഒരു ഉത്തരമല്ലേ. അതുകൊണ്ട് അതൊരിക്കലും ഉണ്ടാവില്ല. നമുക്ക് തന്നിട്ടുള്ളതിൽ ഏറ്റവും കുറഞ്ഞത് ഏതാണ് എന്ന് മാത്രം അങ്ങ് കണ്ടുപിടിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2/3, 5/6, 4/5 ഈ 3 ഓപ്ഷൻസിന് ഒരു പ്രത്യേകതയുണ്ട്. പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? എല്ലായിടത്തും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1 വന്നിരിക്കുക അല്ലേ? ഈ 3 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച ഒരു റൂള് നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ അംശമുള്ളത് ഏറ്റവും കുറഞ്ഞ സംഖ്യയായിരിക്കും, ഏറ്റവും കൂടിയ അംശമുള്ളത് ഏറ്റവും കൂടിയ സംഖ്യയായിരിക്കും. അപ്പോൾ ഈ 3 എണ്ണത്തിലെ ഏറ്റവും കുറഞ്ഞ സംഖ്യ ഏതാണ് എന്നൊരു നിമിഷം ചിന്തിച്ച് നോക്കുക. ഏറ്റവും കുറഞ്ഞ സംഖ്യ തീർച്ചയായിട്ടും 2/3. ഓക്കെ, ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കാം. 3/5 എന്ന് പറയുന്ന ഒരു സംഖ്യയും കൂടെ നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഓപ്ഷൻ ബിയും സിയും നമ്മൾ ആദ്യമേ വെട്ടിക്കഴിഞ്ഞു. കാരണം ഓപ്ഷൻ ബിയും സിയും ഉത്തരമായി വരില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മുടെ പരിഗണനയിലുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ നോക്കുന്നു 2/3, 5/8. നമുക്ക് ഒരു സംശയം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ 5/8 നമ്മൾ 2/3 കൊണ്ട് ഹരിക്കണമെന്നിരിക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യും? ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് മറിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് അല്ലേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 15/16 എന്നാണ് നമുക്ക് കിട്ടിയത്. 15/16 എന്ന് കിട്ടി. അതിനർത്ഥം എന്താ? മുകളിലുള്ള വാല്യൂ നമ്മൾ എടുത്ത 5/8 എന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്, ബാക്കിയുള്ള 2/3 എന്ന് പറയുന്നത് വലിയ വാല്യൂ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ, നമുക്ക് കിട്ടുന്ന സംഖ്യ 1 കുറവാണെങ്കിൽ അതിനർത്ഥം ആദ്യത്തെ നമ്മളെടുത്ത സംഖ്യ 5/8 ചെറുതാണ് എന്നാണ്.
അപ്പോൾ നമുക്ക് ഇതുമല്ല എന്ന് മനസ്സിലാവും. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഒറ്റ ആൻസർ മാത്രമേ ഉള്ളൂ. അതിനെയും നമുക്കിതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാരണം ക്ലോസ് ആയിട്ട് നമുക്ക് മറ്റ് കാര്യങ്ങൾ ഉപയോഗിച്ച് കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കാര്യം ഒന്നുകൂടെ പറയാം. 5/8 എന്ന ഭിന്നസംഖ്യയെ നമ്മൾ 3/5 കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം? 3/5ൻ്റെ വ്യുൽക്രമം എടുക്കുന്നു, എന്നിട്ട് അതുകൊണ്ട് ഗുണിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, 5 × 5 25 ഡിവൈഡഡ് ബൈ 8 × 3 24 ഒന്നിൽ കൂടുതലാണ്. അതിനർത്ഥം എന്താണ്? 5/8 കുറവാണ് നമ്മൾ ഹരിക്കാൻ ഉപയോഗിച്ച 3/5 എന്നാണ് അർത്ഥം വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം വ്യക്തമാവും. 3/5 ഈ കൂട്ടത്തിൽ നമുക്ക് വേണ്ട ഉത്തരം. പിന്നെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശതമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ശതമാനം നമ്മുടെ മറ്റൊരു ടോപ്പിക്കാണ്, നമ്മൾ പിന്നീട് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ശതമാനത്തിൻ്റെ ആശയം ഒരു സ്ട്രോങ് ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതിവിടെ കുറച്ചുകൂടി നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും നമുക്ക് ഉൾപ്പെടുക ശതമാനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില വാല്യൂസാണ്. ഇപ്പോൾ 5/8 എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചില ശതമാന വാല്യൂസ് ഉണ്ട്. 8/1 എന്ന് പറഞ്ഞാൽ 12.5%. 4/1 25% അറിഞ്ഞിരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്. 8/1 12.5%. അപ്പോൾ 8/1 12% 8/5 എന്ന് പറയുന്നത് 62.5%. 62.5%. ഈ ഒരു കണക്ക് അറിയാമെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഇതേപോലെ കമ്പയർ ചെയ്യാൻ പറ്റും. 3/2 എന്ന് പറയുന്നത് 3/2 എന്ന് പറയുന്നത് 66.66%. അപ്പോൾ അത് വലുതാണ്. അപ്പോൾ നമുക്കത് വെട്ടിക്കളയാം ആദ്യമേ. 6/5 എന്ന് പറയുന്നത് 6/5 എന്ന് പറയുന്നത് 6/1 എന്ന് പറഞ്ഞാൽ 16.66%. അപ്പോൾ അതുകൊണ്ട് 6/5 എന്ന് പറയുന്നത് 83.33% വരും. അപ്പോൾ അതുമല്ല നമുക്ക് മനസ്സിലാവും. 4/5 എന്ന് പറയുന്നത് 5/4 എന്ന് പറയുന്നത് 80%. അതുപോലെ 5/3 എന്ന് പറയുന്നത് 60%. നമ്മുടെ ചോദ്യം എന്താണ്? ഇതിനേക്കാൾ കുറവ് ഏതാണ്? നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. പക്ഷേ പ്രൊവൈഡർ ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒരേപോലെ എളുപ്പമായിട്ട് അനുഭവപ്പെടണമെന്നില്ല. നമുക്ക് ആ ഒരു ശതമാനത്തിൻ്റെ ബേസ് സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് അത് അങ്ങനെ ആ രീതിയിലാണെങ്കിലും എളുപ്പത്തിൽ കമ്പയർ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, 1/3 1/2 ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അപ്പോൾ 2 ഭിന്നസംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്. വളരെ കോമണായ പോപ്പുലറായ ഭിന്നസംഖ്യകളാണ് 1/3 1/2. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായി വരുന്നെന്ന് പറഞ്ഞ അർത്ഥം എന്താ? 3/1 കൂടുതലായിരിക്കണം, എന്നാൽ 2/1 കുറവായിരിക്കണം. പകുതിയിൽ കുറവായിരിക്കണം, 3/1 കൂടുതലായിരിക്കണം. അങ്ങനെ വരുന്ന ഒരു ഭിന്നസംഖ്യ ഈ 4 ഓപ്ഷൻസിൽ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ടൊന്ന് എടുത്ത് നോക്കാം. 4/1 3/1 കൂടുതലായിരിക്കണം, 2/1 കുറവായിരിക്കണം. 4/1 വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. 4/1 എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളിലെ 3/1 കുറവാണ്. കാരണം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ തന്നെയാണ്. 4/1 ഛേദം വലുതാവും തോറും ഒരു ഭിന്നസംഖ്യയുടെ വില കുറയുകയാണ് ചെയ്യുക. അപ്പോൾ 3/1 കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് വെട്ടിക്കളയാം. അതൊരിക്കലും ഇടയിൽ വരില്ല. 3/1 കുറവാണെങ്കിൽ ഒരിക്കലും 2/1 ആ ഒരു ഭാഗത്തേക്ക് വരില്ലല്ലോ. അപ്പോൾ അടുത്തത് 2/5. 2/5 എന്ന് പറയുന്ന വാല്യൂ അത് നമുക്ക് ഡയറക്റ്റ് കമ്പാരിസൺ പെട്ടെന്ന് അവിടുന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ നോക്കാം. 3/5. 3/5 എന്ന് പറയുന്നത് നമ്മളെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവണം അത് 2/1 കൂടുതലാണ്. കാരണം എന്താണ്? 2/1 എന്ന് പറയുന്ന ആ ഒരു ഭിന്നസംഖ്യ മനസ്സിലാക്കുക, അംശം ഛേദത്തിൻ്റെ പകുതിയാണ് അല്ലേ? അംശം ഛേദത്തിൻ്റെ പകുതിയാണ്. അതാണ് നമ്മുടെ 2 എണ്ണത്തിലെ വലിയ സംഖ്യ അല്ലേ? അപ്പോൾ അതിനേക്കാൾ വലിയൊരു സംഖ്യ ഒരിക്കലും നമുക്ക് ഉത്തരം വരില്ലല്ലോ. 2/1 കുറവായിരിക്കണം നമ്മുടെ ഉത്തരം. അപ്പോൾ 3/5 എന്ന് പറഞ്ഞാൽ 5ൻ്റെ പകുതി 2.5 ആവുന്നുള്ളൂ. അപ്പോൾ ഇത് തീർച്ചയായും 2/1 വലുതാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്കത് ഉത്തരമാവില്ല. അടുത്തത് നോക്കാം, 2/3. വീണ്ടും ഇതേ പ്രശ്നം തന്നെയുണ്ട്. 2/3 3ൻ്റെ പകുതി 1.5 അല്ലേ? അപ്പോൾ 1.5യിൽ കൂടുതലുള്ള ഒരു സംഖ്യ എന്ന് പറയുന്നത് പകുതിയിൽ കൂടുതലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതും പകുതിയിൽ കൂടുതലാണ്, അതായത് 2/1 കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4ാമത്തെ സംഖ്യ ചെയ്തു നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് നമുക്ക് ചെയ്തു നോക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മറ്റു 3ഉം ഉത്തരമല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ 4ാമത്തേതാണ് ഉത്തരം. ഇനി കമ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മളിത് 2ഉമായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. 2ഉമായിട്ട് കമ്പയർ ചെയ്യുന്ന നേരത്തെ പറഞ്ഞതുപോലെ
തിരിച്ചിട്ട് ഗുണിച്ച് നമുക്കതിൻ്റെ ആ ഒരു കോഷ്യൻ്റ് എടുത്താൽ ഒന്നിൽ കൂടുതലാണോ ഒന്നിൽ കുറവാണോ എന്നുള്ള രീതിയിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും. എന്നാലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാരണം നമുക്ക് ഇവിടെ ഈ 3 എണ്ണം അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ നമ്മൾ നാലാമത്തത് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. വീണ്ടും ഇവിടെയും നമുക്ക് ശതമാനത്തിൻ്റെ റെലവൻസ് ഉണ്ട്. ഓക്കെ, നമ്മുടെ റേഞ്ച് നോക്കാം. 3-1 എന്ന് പറഞ്ഞാൽ 33.33 പോട്ടെ. 33 പോയിൻ്റൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. 33. ഇനി 2-1 എന്ന് പറഞ്ഞാൽ 50%. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? 33-നും 50-നും ഇടയിലുള്ളൊരു വാല്യൂവാണ് നമുക്ക് വേണ്ടത്, അല്ലേ? ഇനി 4-1 നോക്കാം. 4-1 നമുക്കറിയാം എത്രയാണ്? 25%. അത് പോയി. 5-2 എന്ന് പറഞ്ഞാൽ 5-1 ഭാഗം എന്ന് പറഞ്ഞാൽ 20%. 5-1 20%. അപ്പോൾ 5-2 40%. അവിടെ വെച്ച് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. 33-നും 50-നും ഇടയിലുള്ള വാല്യൂ ഏതാണ്? 40. പിന്നെ വെറുതെ നമുക്ക് ബാക്കിയുള്ളത് രണ്ടും കൂടെ ഒന്ന് നോക്കാം. 5-3 ഭാഗം, 5-1 ഭാഗം 20, 5-3 ഭാഗം 60 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 60%. അത് 50-ന് മേളിൽ പോയത് കൊണ്ട് നമുക്ക് ഉത്തരമാവില്ല. അടുത്തത് 3-2 ഭാഗം എന്ന് പറഞ്ഞാൽ വീണ്ടും മുകളിലേക്കാണ് പോകുന്നത്. 66.66%. ഒരിക്കലും നമുക്ക് ഉത്തരമാവില്ല. അപ്പോൾ ശതമാനത്തിൻ്റെ ആശയം നമുക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാം അത് പ്രയോജനപ്പെടുമെന്നുള്ളത് പ്രത്യേകം ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുക. അടുത്ത ചോദ്യം നോക്കാം. 12/15, 12/21, 12/28, 12/17 ഈ ഭിന്നങ്ങളുടെ അവരോഹണ ക്രമം ഏത്? അവരോഹണ ക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതും റീസെൻ്റ്ലി നടന്ന ഒരു PC പരീക്ഷയിലെ ചോദ്യമാണ്. പോലീസ് കോൺസ്റ്റബിളിൻ്റെ പരീക്ഷയിൽ നടന്ന ചോദ്യമാണ് 2020. 12/15, 12/21, 12/28, 12/17 എല്ലാ ഭിന്നസംഖ്യകളുടെയും അംശം സെയിമാണ്. അംശത്തിൽ വരുന്നത് എല്ലായിടത്തും എന്താണ്? 12 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സിമ്പിൾ എന്നുള്ളൊരു കാറ്റഗറിയിൽ പെടുന്ന ചോദ്യമാണ്. കാരണം അംശങ്ങൾ തുല്യമാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഛേദങ്ങളെ മാത്രം കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ ഓർഡർ എഴുതുന്നു. ശ്രദ്ധിക്കുക, അവരോഹണ ക്രമം മാറിപ്പോകരുത്. അവരോഹണ ക്രമം എന്നാൽ എന്താണ്? അവരോഹണം എന്നാൽ ഡിസെൻഡിങ്, ആരോഹണ ക്രമം എന്നാൽ അസെൻഡിങ്. അവരോഹണ ക്രമം എന്ന് പറഞ്ഞാൽ കൂടുതലുള്ളതിൽ നിന്ന് കുറവുള്ളതിലേക്ക്. ഇപ്പോൾ 1, 2, 3, 4 എന്നെഴുതുന്നത് ആരോഹണ ക്രമമാണ്. എങ്കിൽ 4, 3, 2, 1 എന്നെഴുതുന്നതാണ് അവരോഹണ ക്രമം. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഏറ്റവും വലിയ ഭിന്നസംഖ്യ ആദ്യം എടുക്കുന്നു. അങ്ങനെ ആ ഒരു ഓർഡറിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്നതിനാണ് നമ്മൾ അവരോഹണ ക്രമം എന്ന് പറയുക. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാൽ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ലോജിക്ക് എന്താണ്? അംശങ്ങൾ തുല്യമാണെങ്കിൽ ഛേദത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഭിന്നസംഖ്യയുടെ വലിപ്പം കുറയും. ഞാൻ ഒന്നുകൂടി പറയാം. അംശങ്ങൾ തുല്യമായിട്ട് വരുന്നു. അപ്പോൾ ഛേദത്തിൻ്റെ വലിപ്പം എത്ര കണ്ട് കൂടുന്നു അതിനനുസരിച്ച് ഭിന്നസംഖ്യയുടെ വലിപ്പം കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കണക്കിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഛേദമുള്ള ഭിന്നസംഖ്യ ആയിരിക്കും. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഛേദമുള്ള ഭിന്നസംഖ്യ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 12/15 അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 12/17 15-ന് ശേഷം പിന്നെ ചെറുത് എന്ന് പറയുന്നത് 17 അപ്പോൾ 12/17. അടുത്ത ചെറുതെന്ന് പറയുന്നത് 12/21 12/21. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് 12/28 ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ അവരോഹണ ക്രമം. അടുത്ത ചോദ്യം 11/13, 5/7, 7/9, 17/19 എന്നീ ഭിന്നസംഖ്യകൾ ആരോഹണ ക്രമത്തിൽ എഴുതുക. ആരോഹണം അവരോഹണം രണ്ട് വാക്കുകൾ തമ്മിൽ മാറിപ്പോകരുത്. നമുക്ക് പെട്ടെന്ന് ധൃതിയിലൊരു ചോദ്യം ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന കാര്യമാണ്. ഈ വാക്കുകൾ തമ്മിൽ നമുക്ക് തെറ്റായ അർത്ഥം മനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ നേരെ തിരിച്ചായിപ്പോൾ. അപ്പോൾ അത് ഓർത്തിരിക്കുക. ആരോഹണം എന്നാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ഉയർന്നു പോകുന്നതാണ് ആരോഹണം, അല്ലേ? ഇപ്പം അവരോഹണം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നത്, താഴേക്ക് ഇറങ്ങി വരുന്നതിനാണ് അവരോഹണം എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭാഷയുമായി ബന്ധപ്പെട്ട് പലയിടത്തും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ്. ഇപ്പോൾ പർവ്വതാരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്ക് കയറുന്നതിനെയാണ് പർവ്വതാരോഹണം എന്ന് പറയുക, അല്ലേ? അതുപോലെ തന്നെ സംഗീതത്തിൽ നമ്മൾ പറയാറുണ്ട് ആരോഹണം അവരോഹണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ വാക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഓർമ്മയിൽ കിടന്നാൽ നമുക്ക് അർത്ഥം തെറ്റാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ 11/13, 5/7, 7/9, 17/19 പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഈ 4 ഭിന്നസംഖ്യകളിലുണ്ട്. എന്താണ്? ഇവ വെറും 4 അൺറിലേറ്റഡ് ആയിട്ടുള്ള 4 സംഖ്യകളല്ല.
മറിച്ച് ഇത് തമ്മിലൊരു കണക്ഷനുണ്ട്. എല്ലായിടത്തും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്, 2 വ്യത്യാസമായി വന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഭിന്നസംഖ്യകളെ താരതമ്യം ചെയ്യണമെങ്കിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ലോജിക്കും അതുതന്നെയാണ്. അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെങ്കിൽ അംശത്തിൻ്റെ വില വർദ്ധിച്ചു വരുന്നതിനനുസരിച്ച് ഭിന്നസംഖ്യയുടെ വിലയും വർദ്ധിക്കും. അംശം കൂടുതലാണെങ്കിൽ ഭിന്നസംഖ്യയും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ആരോഹണം ചെറുതിൽ നിന്ന് തുടങ്ങുക. ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏറ്റവും ചെറിയ അംശമുള്ള സംഖ്യ തന്നെയായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ 5/7 തന്നെയാണ് ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ആദ്യം എഴുതേണ്ടത്. രണ്ടാമത് വരേണ്ടത് അടുത്ത ചെറുത് ഏതാണ്? 7/9. അതായത് 5 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 7 എന്നുള്ള ക്രമത്തിന്. ഇനി 7 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ തന്നിരിക്കുന്നതിൽ ഏതാണ്? 11. 11/13. ഏറ്റവും അവസാനത്തെ സംഖ്യയാണ് 17/19. കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ 17/19 തന്നെയായിരിക്കും. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളുടെ ഓർഡർ പെട്ടെന്ന് കമ്പയർ ചെയ്യാതെ പെട്ടെന്ന് എഴുതാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. നമ്മൾ പറഞ്ഞ ലോജിക്ക് എന്താണ്? അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം തുല്യമായി വരുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും വലിയ ഛേദമുള്ളത്, ഏറ്റവും വലിയ അംശമുള്ളതായിരിക്കും ഏറ്റവും വലിയ ഭിന്നസംഖ്യ. ഏറ്റവും വലിയ ഛേദമുള്ളതെന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് പറയാൻ എളുപ്പം അംശത്തെ പറ്റി ആയതുകൊണ്ട് ആ രീതിയിൽ പറയുന്നുവെന്ന് മാത്രം. അടുത്ത ചോദ്യം നോക്കാം. 5/9, 3/7, 2/5, 6/13 ഇവയിലെ വലിയ സംഖ്യ ഏത്? 4 ഭിന്നസംഖ്യകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. ഈ 4 ഭിന്നസംഖ്യകളിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് അവിടെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. അതായത് നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നിരീക്ഷണം അവിടെ ഉണ്ട്, അവിടെ കിടപ്പുണ്ട്. അത് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും പിടിയിട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വേണ്ടത് വലുതാണ്. നമുക്ക് ഈ 4 എണ്ണത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 3 എണ്ണത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആ 3 എണ്ണം ഒന്ന് മാറ്റി എഴുതാം. ആ ആദ്യത്തെ ഭിന്നസംഖ്യ ഒഴിച്ചാൽ ബാക്കി വരുന്നത് 3/7, 2/5, പിന്നെ 6/13 എന്നീ ഭിന്നസംഖ്യകൾക്ക് പൊതുവായ ഒരു പ്രത്യേകതയുണ്ട്. ഈ 3 ഭിന്നസംഖ്യകളും പകുതിയിൽ കുറവാണ്. ആ കാര്യം ശ്രദ്ധിച്ചോ? പകുതിയിൽ കുറവെന്ന് പറഞ്ഞാൽ 2/1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഛേദത്തിൻ്റെ പകുതിയാണ് അംശം. അപ്പോൾ ഛേദത്തിൻ്റെ പകുതിയിൽ കുറവാണ് ഈ പറയുന്ന 3 ഭിന്നസംഖ്യകളിലും അംശമായി വന്നിരിക്കുന്നത്. 13 ആണെങ്കിൽ 13ൻ്റെ പകുതി 6.5 അല്ലേ? 6 എന്ന് പറയുന്നത് അതിൽ കുറവാണ്. 5ൻ്റെ പകുതി 2.5, അതിലും കുറവാണ് 2. 7ൻ്റെ പകുതി 3.5, അതിനേക്കാൾ കുറവാണ് 3. അപ്പോൾ ഈ 3 ഭിന്നസംഖ്യകളും പകുതിയിൽ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒറ്റ നോട്ടത്തിൽ. ഇനി ഈ തന്നിരിക്കുന്നതിൽ ഒരു സംഖ്യയ്ക്ക് മാത്രം ഈ പ്രത്യേകതയില്ല. ഏതാണ്? 5/9. 5/9 എന്ന് പറയുന്നത് പകുതിയിലധികം വിലയുള്ള ഒരു സംഖ്യയാണ്. അപ്പോൾ നമുക്ക് നിസ്സംശയം ഉത്തരത്തിലേക്ക് വരാം. തന്നിരിക്കുന്നതിലെ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഒരു തർക്കവുമില്ല 5/9 ആണ് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചോദ്യം നോക്കാം. 8/11, 2/3, 3/4, 5/8 ഈ 4 എണ്ണത്തിലെ ചെറിയ സംഖ്യ ഏത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് 2 എണ്ണം വെച്ച് ഇവിടെ എടുത്ത് കമ്പാരിസണ് നമുക്ക് പറ്റുന്ന കുറച്ച് സംഖ്യകൾ ഇവിടെയുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്, ഞാൻ മാറ്റി എഴുതാം. 8/11, 5/8. അപ്പോൾ അതിൽ ഒരു കമ്പാരിസൺ നമുക്കവിടെ കിട്ടും. എന്താണ്? രണ്ടിടത്തും അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 3 എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ 2 എണ്ണത്തിലെ നമുക്ക് ചെറുതാണ് വേണ്ടത്. അതുകൊണ്ട് ഈ 2 എണ്ണത്തിലെ ചെറുത് ഏതാണ്? ഈ 8/11, 5/8 കമ്പയർ ചെയ്താൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ചെറിയ അംശമുള്ള സംഖ്യ തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ 5/8 ഇവിടെ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാവുന്നത്. അപ്പോൾ 8/11 അല്ല നമ്മുടെ ഉത്തരം എന്നുള്ളത് വ്യക്തമായി. ഇതേ കമ്പാരിസൺ നമുക്ക് അടുത്ത 2 എണ്ണത്തിൽ നിന്നും കിട്ടും. അതായത് 2/3 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1, 3/4 അംശവും ഛേദവും തമ്മിലുള്ള വ്യത്യാസം 1. അപ്പോൾ ഇവയിൽ ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും 2/3 അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? 2/3, 5/8. 2/3, 5/8 ഇത് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിലൊന്ന് ചിന്തിക്കാം. 5/8 നമുക്ക് 2/3 കൊണ്ട് ഹരിക്കാം. 2/3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ചെയ്യേണ്ടി വരിക 3/2 കൊണ്ട് ഗുണിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് 5 × 3 15 എന്നും 8 × 2 16 എന്നുമാണ് കിട്ടുന്നത്.
5/8 2/3 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 15/16, ഒന്നിനേക്കാൾ കുറവുള്ള സംഖ്യ. അതിനർത്ഥം എന്താണ്? ഈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 5/8 തന്നെയാണ്. 5/8 2/3 കുറവാണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരവും 5/8. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ അധ്യായം മുഴുവനായി നമ്മൾ പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? ഒരാശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മുഴുവൻ യൂണിറ്റും സ്പെൻഡ് ചെയ്തത്. അതായത് ഭിന്നസംഖ്യകളുടെ വലിപ്പം തമ്മിലുള്ള താരതമ്യത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ, കമ്പാരിസൺ ഓഫ് സൈസ് ഓഫ് ഫ്രാക്ഷൻസ് അല്ലേ. അപ്പോൾ ചെറിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക, വലിയ ഭിന്നസംഖ്യ കണ്ടുപിടിക്കുക, ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക, ഈ ഒരു ഭിന്നസംഖ്യ തന്നിട്ട് അതിനേക്കാൾ വലുതേത് അല്ലെങ്കിൽ ഇതിനേക്കാൾ ചെറുതേത്, ഇത് രണ്ടെണ്ണത്തിന് ഇടയിൽ വരുന്ന സംഖ്യ ഏത്, ഇത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുഴുവൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പുകളെല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അതിനെ സഹായിക്കുന്ന ചില ലോജിക്കുകൾ നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആ ലോജിക്കുകളുടെ അടിസ്ഥാനത്തിൽ ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഉത്തരം എഴുതി പോകാൻ സാധിക്കും. ഭിന്നസംഖ്യകളുടെ ഇനി ഒരു ഭാഗം കൂടി അവശേഷിക്കുന്നുണ്ട്. അതായത് ഈ ഭിന്നസംഖ്യകളെ സംബന്ധിച്ച് ചോദിക്കുന്ന ചില ടിപ്പിക്കലായിട്ടുള്ള ടൈപ്പുകൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.